അപ്പം നമുക്കിന്ന് നല്ല ഒരു 5 തിരിയാനാണുള്ളത്. അപ്പം ഞങ്ങൾ ആലപ്പുഴക്കാർ തിരിയാനെന്നാണ് പറയണത്. വേറെയുള്ള നാട്ടിലൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് തിരിയാനാണ്, 5 തിരിയാനാണ്. അത് നമുക്ക് നല്ല ടേസ്റ്റോടുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നൊരു ടിപ്പുണ്ട്. ആ ടിപ്പോടുകൂടെ നമുക്കിന്ന് ഈ കറി ഒന്ന് തേങ്ങ അരച്ച് വെക്കാം. അതിനായിട്ട് ഞാനിത് കുറച്ച് തേങ്ങ എടുത്തത്, കാരണം 5 എണ്ണമല്ലേ ഉള്ളൂ. കുറച്ച് തേങ്ങ, അളവൊന്നുമില്ല, ഒരു ലേശം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പിടിയാണ്. ഉപ്പിടാന്ന് പറയുമ്പോൾ വീഡിയോ കട്ടായിപ്പോയി, പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണേ. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനിട്ടു. അപ്പോൾ അതിനെ ഒന്ന് ഇളക്കി, എന്നിട്ട് നമ്മൾ 2 കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിനെ കൂടെ അതിനകത്തിടുകയാണ്. ഇട്ടിട്ട് 1 കഷ്ണം ചുമന്നുള്ളി, 1 ചുമന്നുള്ളി ചതച്ചത്, പിന്നെ 1 പച്ചമുളക് ഒടിച്ചിട്ടിരിക്കുകയാണ്. പൊളക്കരുത്, പൊളന്ന പച്ച ചുവയുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും മീൻകറിയിടകത്ത് പൊളന്നിടരുത്. അപ്പോൾ ഇത് ചുമന്നുള്ളി ചതച്ചതാണിത്, അതും ഇട്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈ കറീനെ നമുക്ക് സ്റ്റൗ കത്തിക്കുക, അടുപ്പത്തേക്ക് വെക്കുക. അടുത്ത ഡ്യൂട്ടി അതാണ്. അപ്പോൾ ദേ നമ്മുടെ കറി വെച്ചു. ഇനി നമ്മൾ തിളക്കുമ്പോൾ മീനെടുത്തുള്ളൂ. ഓക്കെ, നമ്മുടെ കറി അടുപ്പത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ തിളക്കുമ്പോൾ മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മീനിടാം. ഒരു കൊച്ചു കറിയാണ് വെക്കുന്നത്, അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞാണ് നമ്മുടെ ടേസ്റ്റ് കൂട്ടുന്ന ടിപ്പുള്ളത്. ഇത് കഴിയുമ്പോഴാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏത് കറിക്കിടെ കൂട്ടിൽ എന്ത് മിസ്റ്റേക്ക് വന്നാലും നമ്മൾ ആ ടിപ്പ് ചെയ്തെന്നാൽ ആ ടേസ്റ്റ് കുറവൊക്കെ മാറിക്കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ കറി ഒന്ന് തിളച്ച് ഒന്ന് പറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിയട്ടെ. അപ്പോഴത്തേക്കാണ് നമ്മൾ ആ ടിപ്പ് ചെയ്യണത്. കാണിച്ചു തരാം. നമ്മൾ ഈ ടിപ്പിന് വേണ്ടിയിട്ട് ഈ ഉള്ളിയും ഈ വേപ്പിലയും കൂടെ നമ്മളൊന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വേപ്പിലയും ചുമന്നുള്ളിയും കൂടെ ചതച്ചതാണ് ഈ കാണുന്നത്. കല്ലേ വെച്ച്, കല്ലിലോ ഒരലിലോ എങ്ങനെ വേണേലും ആകാം, ഈ ചതച്ചതാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളിപ്പം ഒരു ലേശം മുളക് പൊടി ഇടിയണേ. മുളക് പൊടി ലേശം ഇട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് തവി കൊണ്ട് ഇതിനെ ഒന്ന് മിക്സ് ആക്കണം. ഇതിനെ ഒന്ന് മിക്സ് ആക്കണം. ഇത് കറിയിലിട്ടാൽ വേറെ ടേസ്റ്റാണ്, ഇങ്ങനെ ചെയ്താൽ വേറെ ടേസ്റ്റാണ്. അതാണ് പ്രത്യേകം പറഞ്ഞു തരുന്നത്. എനിക്ക് ഒരു അമ്മച്ചി ഈ ഒരു ടിപ്പ് തന്നിട്ട്, ഞാനൊക്കെ ഒരു 10-17 വയസ്സുള്ളപ്പോൾ എനിക്ക് ഈ ഒരു അമ്മച്ചി ഒരു ടിപ്പ് ഇങ്ങനെ കാണിച്ചു തന്നതാണ്. അവരുടെ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ദിവസം എന്നെ കാണിച്ചു തന്നത് കറി വെച്ചപ്പോൾ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പരീക്ഷിച്ചില്ല. ആലപ്പുഴക്കാരാണ് തേങ്ങ അരച്ച് കറി വെക്കുന്നത്. വേറെ നാട്ടിലൊക്കെ എല്ലാവരും ഒന്നും തേങ്ങ അരച്ച് കറി വെക്കുമെന്ന് എനിക്കറിയത്തില്ല. തേങ്ങാപ്പാലാണ് എല്ലാവരും വെക്കണം. അതും കറി നല്ലത് തന്നെയാണ്. എങ്കിലും ഞാനിതെങ്ങനെ ഇടണേന്ന് കാണിച്ചു തരാവേ. ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ കറിയുടെ നടുക്കോട്ടങ്ങ് വെക്കും. ഇതിൻ്റെ നടുക്കോട്ടങ്ങ് വെക്കും. ഇതാണ് ഇതിൻ്റെ ടിപ്പെന്ന് പറയുന്നത്. നടുക്കോട്ടങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെയായിട്ട് വെച്ച് അനക്കാതെ അങ്ങ് വെക്കും. വെച്ചിട്ട് ഇളക്കത്തില്ല. ഇളക്കാതെ ഇങ്ങനെ ഒരു മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പം നമ്മൾ 2 മിനിറ്റായി. ഇപ്പോൾ ഒന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ട കറി നല്ല അടിപൊളി. കണ്ടാൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ തോന്നും. അതുപോലെയാണ് കറിയുടെ ആ കളറും അത് തന്നെ ടേസ്റ്റും. അത്ര അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രം ചോറ് അങ്ങോട്ട് കഴിക്കാം ഇത് കൂട്ടി. അപ്പോൾ നമ്മുടെ തിരിയാൻ കറി പൊട്ടിച്ച് ചോറുണ്ണാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചാൽ ഒഴുകിയൊന്നും പോകത്തില്ല ഈ കറി. അങ്ങനത്തെ കറിയാണ്. ചില കറിയൊക്കെ നമ്മൾ ഓടിച്ചിട്ട് കുടിക്കണം. ഇത് അങ്ങനെയൊന്നുമല്ല. ഈ കറി ഇങ്ങനെയാണ് ആലപ്പുഴക്കാരുടെ മീൻ കറി. നോക്കട്ടെ, ഇങ്ങനെയുണ്ട് നോക്കട്ടെ, കഴിച്ച് നോക്കട്ടെ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ്, കഴിച്ച് നോക്കിയില്ല. കഴിച്ച് നോക്കട്ടെ. ഞാൻ വെക്കുമ്പോഴൊക്കെ നല്ല കറിയാണ്. നോക്കട്ടെ. നല്ല ചൂടുണ്ട്.
അടിപൊളിയാണ്. നല്ല എരിവും പുളിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കറിയാണ്. ഉള്ളി അരച്ചിട്ട് അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് അറിയിക്കണം, എന്നോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്, ബെൽ ബട്ടനും അമർത്തുക. അപ്പം ഞാനപ്പോൾ കഴിക്കട്ടെ.